ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. പനമണ്ണ ഇത്തിയൻമലയിലെ ക്വാറി പ്രവർത്തനം ജനമേഖലയ്ക്കും സ്കൂളുകൾക്കും ഭീഷണിയാകുന്നു. പാരിസ്ഥിതിക ആഘാതം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ജനകീയ സമരത്തിലേക്ക്. ഒറ്റപ്പാലം പനമണ്ണയിലെ ഇത്തിയൻമലയിൽ കരിങ്കൽ കോറി പ്രവർത്തനം ആരംഭിച്ചത് പ്രദേശവാസികളെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നു. പനമണ്ണ ഗ്രാമത്തിന്റെ ജീവരക്തമായ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളും 400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളും നിലനിൽക്കുന്ന അതീവ പരിസ്ഥിതിയിലുള്ള മേഖലയിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വെല്ലുവിളി ഉയർത്തി കോറി പ്രവർത്തിക്കുന്നത്. ഒന്നാമത് ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ 300-400 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം, 4 പുറവും ജനങ്ങൾ താമസിക്കുന്ന ഇടതിങ്ങിപ്പാർക്കുന്ന സ്ഥലം മാത്രമല്ല, ഇതിന് 4 പുറവും വിശാലമായിട്ടുള്ള നെൽകൃഷി പാടങ്ങൾ, കൃഷിഭൂമികൾ, ഇതെല്ലാം ഇപ്പം നേരത്തെ ഞങ്ങളെല്ലാം ജനകീയ സമിതി, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും ഒരേപോലെ നമ്മളിതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇത് പോയി സന്ദർശിച്ച് അതിൻ്റെ ഭീകരത കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ പരാതികളുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ പോയിട്ടുള്ളത്. ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മല ആകാശത്തോളം ഉയരത്തിലാണ് മണ്ണ് കൂട്ടിയിട്ടുള്ളത്. ഈ മഴ എന്ന് പറയുന്നത് കല്ലിനേക്കാളിൽ കൂടുതലും മണ്ണ് മാത്രമാണ് ഇവിടെ കാണുന്നത്. അത് നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം. ആര് പോയി നോക്കിക്കഴിഞ്ഞാലും ഈ ഇതിൽ കാണുന്ന മണ്ണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാവും. അത് മുഴുവൻ ഇളക്കിയിട്ടിറക്കുകയാണ്. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ മുഴുവനെ എത്തുന്നത് അല്ലെങ്കിൽ പന്നി, മയിൽ തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച കർഷകർ കാടവും കള്ളി എടുത്തിട്ട് ലോൺ എടുത്തിട്ടും ഒക്കെ കൃഷി ഇറക്കിയതാണ്. അത് മുഴുവൻ ഈ മണ്ണും കൂടിയാണ് വന്ന് തുറന്നു കഴിഞ്ഞാൽ പനമണ്ണയുടെ നാശം പൂർണ്ണമായി. ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. മലമുകളിൽ കോറിക്കായി വെട്ടിത്തെളിച്ച മൺകൂനകൾ നിസ്സാരമായ ഒരു മഴയിൽ പോലും താഴേക്ക് പതിക്കാമെന്ന അവസ്ഥയിലാണ്. ഇത് താഴെയുള്ള ജനവാസ മേഖലയെയും കൃഷിയിടങ്ങളെയും ഒന്നടങ്കം ഇല്ലാതാക്കുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ശക്തമായ പ്രകമ്പനം സമീപത്തെ സ്കൂൾ കെട്ടിടങ്ങളെ ബാധിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. നഗരസഭയിലെ പനമണ്ണ, വട്ടനാൽ, വായനശാല, വീട്ടാമ്പാറ വാർഡുകളിലെയും അനങ്ങനടി പഞ്ചായത്തിലെ അമ്പലവട്ടം വാർഡിലെയും ജനങ്ങളാണ് നിലവിൽ സമരരംഗത്തുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തിയൻമല സംരക്ഷണ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരപ്രക്ഷോഭങ്ങളെല്ലാം ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും കണ്ടതാണ്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. ഇന്നലെ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ തഹസീൽദാർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്നലെ നിലവിലെ സെൻറ് ജോസഫ് സ്കൂളിലെ PTA ചേർന്ന അവിടുത്തെ ആളുകൾ തന്ന പരാതി ഉൾപ്പെടെ കുട്ടികളുടെ പരാതികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അവരവിടെ നടത്തുന്ന ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ വീണ്ടും ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയോടെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കാൻ വരികയും സബ് കളക്ടറും ഒറ്റപ്പാലം മുനിസിപ്പൽ സെക്രട്ടറിയും സ്ഥലം സന്ദർശിക്കാൻ വരികയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെയുള്ള ഒരുപാട് ന്യൂനതകൾ സബ് കളക്ടറും അതുപോലെ മുനിസിപ്പൽ സെക്രട്ടറിയും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ജനകീയമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കോറി പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് സബ് കളക്ടറോട് ഞങ്ങൾ ഈ ജനങ്ങളെല്ലാം ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അനുകൂലമായൊരു നിലപാട് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും ലഭിച്ച അനുമതികൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കോറിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2015 മുതൽ തുടരുന്ന ജനങ്ങളുടെ നിയമ പോരാട്ടങ്ങളെ അവഗണിച്ചാണ് കോറിക്ക് അനുമതി നൽകിയിരിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമാണ്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സബ് കളക്ടർക്കും തഹസിൽദാർക്കും മുനിസിപ്പൽ സെക്രട്ടറി, ചെയർപേഴ്സൺ മുതലായവർക്ക് കൊടുത്ത പരാതിയെ തുടർന്ന് സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും മുനിസിപ്പൽ സെക്രട്ടറിയും എല്ലാവരും കോറി സന്ദർശിച്ച് ജനങ്ങൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ട് തന്നെയാണ് തിരിച്ചു പോയിട്ടുള്ളതെന്നും അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.